2010 പുറത്തിറങ്ങിയ ഹൗ ടു ട്രെയിൻ എ ഡ്രാഗൺ എന്ന ആനിമേഷൻ ചിത്രം ഇപ്പോൾ ലൈവ് ആക്ഷനായി വന്നിരിക്കുകയാണ്. മിക്കവരുടെയും കുട്ടിക്കാലം മനോഹരമാക്കിയ ഒരു സിനിമയായിരുന്നു ഹൗ ടു ട്രെയിൻ എ ഡ്രാഗൺ എന്ന ആനിമേഷൻ ചിത്രം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയ അതിന്റെ ലൈവ് ആക്ഷൻ ആണ്. സിനിമ തുടങ്ങുന്നത് നായകന്റെ വോയിസോട് കൂടെയാണ്. ഇതാണ് എന്റെ നാടായ ബർ. ഞങ്ങളിവിടെ 7 തലമുറകളായി ജീവിച്ചു വരുന്നുണ്ട്. പക്ഷെ ഇവിടെ എപ്പോഴും ദുരന്തമാണ്. കൂടാതെ ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങുകളും പുതിയതാണ്. എല്ലാവരുടെയും പ്രശ്നം കൊതുകും പാറ്റയൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ ഡ്രാഗൺസ് ആണ്. പക്ഷെ ഞങ്ങൾ ആരും പേടിച്ചോടാറില്ല. കാരണം ഞങ്ങൾ വൈക്കിങ്സ് ആണെന്ന് പറഞ്ഞ് ഹിക്കപ്പ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഓടുമ്പോ ഗ്രാമത്തിലുള്ളവരൊക്കെ അവനോട് ഉള്ളിലേക്ക് കയറിപ്പോവാൻ പറയുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കേൾക്കാതെ വീണ്ടും ഓടുകയും ചെയ്യുന്നു. എന്നാൽ അവന്റെ അച്ഛൻ അവനെ പിടിക്കുകയും ഉള്ളിലേക്ക് പോടാ എന്ന് പറഞ്ഞ് അവനെ തള്ളുകയും ചെയ്യും. ഇതാണ് ഹിക്കപ്പിന്റെ അച്ഛൻ ടോയ്. ടോയ്ക്ക് കുട്ടിക്കാലത്ത് ഒരുപാട് ഡ്രാഗൺസിന്റെ തല അറുത്തു കൊന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അയാളാണ് ഈ ഗ്രാമത്തിന്റെ തലവൻ. അയാളാണെങ്കിൽ നമുക്ക് ഇതുവരെ എത്ര ഡ്രാഗനെ കിട്ടിയെന്നൊക്കെ ഒരാളോട് ചോദിക്കുകയും ഗ്രാങ്കിൾസ് നേഡേഴ്സ് എന്ന പല ഡ്രാഗൺസിന്റെ പേര് പറയുകയും ചെയ്യും. എന്നാൽ നൈറ്റ് ഫ്യൂരി വന്നോ എന്ന് ടോയ്ക്ക് ചോദിച്ചതും ഇല്ല എന്ന് അയാൾ പറയുകയും വരാഞ്ഞത് ഭാഗ്യമെന്നും ടോയ്ക്ക് പറയുന്നു. പിന്നീട് ഹിക്കപ്പ് ആണെങ്കിൽ ഗോബറിന്റെ പണിപ്പേരിലേക്ക് കയറി ഡ്രാഗനെ പിടിക്കാൻ വേണ്ടി അവൻ ഉണ്ടാക്കി വെച്ച ഒരു ആയുധം എടുത്ത് പോകാൻ നോക്കുകയും ഇതിനിടെ അയാൾ നിനക്ക് പറ്റിയ പണി അതല്ല എന്ന് പറഞ്ഞ് അവനോട് വാള് മുറിച്ചേക്കാൻ പറയുന്നു. എന്നാൽ അവന്റെ പ്രായത്തിലുള്ള മറ്റ് കുട്ടികളൊക്കെ ആണെങ്കിൽ ഡ്രാഗനെയൊന്നും പേടിക്കാതെ തീയൊക്കെ അണക്കുകയും ഇതിനിടെ കഥയിലെ നായികയായ ആസ്ട്രിഡ് തീയൊക്കെ അണച്ച് സ്റ്റൈലിഷ് ആയി പിള്ളേരോടൊപ്പം നടന്നു പോകുന്നു. ഇതിനിടെ ഗോബർ ആണെങ്കിൽ അവനോട് വീണ്ടും പണിയെടുക്കാൻ പറയുമ്പോൾ ഞാനൊന്ന് ഡ്രാഗനെ വീഴ്ത്താൻ ഇതുമെടുത്ത് പുറത്തേക്ക് പോയി പെട്ടെന്ന് വരാമെന്ന് പറയുമ്പോൾ നിന്നെ കൊണ്ടൊന്നും അതിന് പറ്റില്ല എന്ന് പറയുകയും ഒരു കോടാലി പോലും നിനക്ക് പൊക്കാൻ പറ്റില്ല എന്ന് ഗോബർ പറഞ്ഞുകൊണ്ടിരിക്കുകയും പക്ഷേ ഇത് വെച്ച് എനിക്ക് പറ്റുമെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയും അത് മറ്റൊരുത്തിന് കൊള്ളുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ അത് ന്യായീകരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഗോബർ നീ മണ്ടത്തരങ്ങളൊക്കെ നിർത്താതെ നിനക്ക് ഒരിക്കലും ഡ്രാഗനെ വീഴ്ത്താൻ പറ്റില്ല എന്നൊക്കെ അവനോട് പറയുകയും ഇത് കേട്ട അവൻ നിങ്ങൾ ഭാവിയിലെ വലിയ ഒരു വൈക്കിങ്ങിനെയാണ് ഇപ്പൊ പിടിച്ചു വെക്കുന്നത് എന്നൊക്കെ ഹിക്കപ്പ് അയാളോട് പറയുമ്പോ അതൊക്കെ അപ്പോഴല്ലേ, ഇപ്പൊ നീ പോയി വാള് മുറിച്ചാക്കുക എന്ന് പറഞ്ഞ് അവൻ വാള് മുറിച്ചാക്കാൻ തുടങ്ങും. എന്നാൽ ആ സമയം തന്നെ അവിടെ മനുഷ്യരും ഡ്രാഗനും തമ്മിലുള്ള യുദ്ധം ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹിക്കപ്പിന്റെ അച്ഛൻ ടോയ്ക്കിന്റെ അടുത്തേക്ക് ഒരു തീ കത്തുന്ന ഡ്രാഗനൊക്കെ വരുന്നുണ്ടെങ്കിലും അയാൾ അതിനെയൊക്കെ ഇടിച്ച് പഞ്ചറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ആകാശത്തിൽ നിന്നും ഇതുവരെ ആരും കാണാത്ത നൈറ്റ് ഫ്യൂരിയുടെ സൗണ്ട് കേട്ട് ടോയ്ക്കൊക്കെ അവിടെ നിന്നും ചാടി രക്ഷപ്പെടുന്നു. നൈറ്റ് ഫ്യൂരിയെ ഇതുവരെ ആരും കണ്ടിട്ടുമില്ല, അത് ഞങ്ങളുടെ ഫുഡ് ഇതുവരെ എടുത്തിട്ടുമില്ല, അതിന്റെ ഉന്നം പിഴക്കാറുമില്ല എന്ന് ഹിക്കപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടെ യുദ്ധം കൂടിയതുകൊണ്ട് ഗോബറും യുദ്ധത്തിന് വേണ്ടി റെഡിയാവുകയും എവിടെയും പോവരുതെന്ന് പറഞ്ഞ് ഗോബറും യുദ്ധത്തിന് പോവുകയും ചെയ്യുന്നു. അതോടെ അവനാണെങ്കിൽ ആരും കാണാത്ത നൈറ്റ് ഫ്യൂരിയെ ഞാൻ പിടിക്കുമെന്ന് പറഞ്ഞ് അവൻ ഓടി ഒരു മലയുടെ അടുത്തേക്ക് എത്തുകയും അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഡ്രാഗൻ വരാൻ കാത്തു നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ അല്പസമയം കഴിഞ്ഞതും ആകാശത്തിൽ എന്തോ കണ്ടതുപോലെ തോന്നി അവൻ വെടിയുതിർക്കുകയും അതുകൊണ്ട് ഡ്രാഗൻ മാറി കാട്ടിലേക്ക് വീഴുകയും ചെയ്യുന്നു. അങ്ങനെ അതൊക്കെ കണ്ട അവൻ അതാരെങ്കിലും കണ്ടോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പുറകിലൂടെ ഒരു ഡ്രാഗൻ വന്നതും അവൻ ഓടാൻ തുടങ്ങുകയും അവന്റെ നിലവിളി കേട്ട് അവന്റെ അച്ഛൻ അവനെ രക്ഷിക്കാനായി വരുന്നു. അങ്ങനെ ഹിക്കപ്പ് ആണെങ്കിൽ ഓടി ഓടി ഒരു സ്ഥലത്തൊളിച്ചതും ഡ്രാഗൻ തീതുപ്പുകയും അവനെ കൊല്ലാനായി വരികയും ചെയ്യും. എന്നാൽ അപ്പോഴേക്കും അവന്റെ അച്ഛൻ അതിനെ ഇടിച്ചിടുകയും അവർ തമ്മിൽ ഗംഭീര ഫൈറ്റ് നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഡ്രാഗൻ ആണെങ്കിൽ അയാളോടൊപ്പം പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്നും പറന്നു പോകും. എന്നാൽ ഹിക്കപ്പിന് നേരെ ഡ്രാഗൻ തീതുപ്പിയ സ്ഥലം പൊളിയുകയും അവിടുത്തെ വീടൊക്കെ നശിച്ച് അവൻ കാരണം അവർ പിടിച്ചു വെച്ച ഡ്രാഗൻ ഉൾപ്പെടെ പറന്നു പോകുന്നു. എന്നാൽ അവനാണെങ്കിൽ ഞാൻ നൈറ്റ് ഫ്യൂരിയെ വീഴ്ത്തി അച്ഛ എന്നൊക്കെ ടോയ്ക്കിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒന്ന് നിർത്തടാ, നീ എവിടെ പോയാലും ദുരന്തമാണ്, അല്ലാതെ തന്നെ ഇവിടെ മുഴുവൻ പ്രശ്നമാണ്, മഞ്ഞുകാലമാണ് വരാൻ പോകുന്നത്, ഈ ഗ്രാമത്തെ മുഴുവനും എനിക്ക് തീറ്റിപ്പോറ്റണം എന്നൊക്കെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കുറച്ച് കുറഞ്ഞാലും പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് അവൻ പറയുന്നത് കേട്ട് ഇത് തമാശയല്ല ഹിക്കപ്പ്, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ അയാൾ പറയുന്നു. പക്ഷേ ഞാനൊരു ഡ്രാഗനെ വീഴ്ത്തിയിട്ടുണ്ടെന്ന് അവൻ വീണ്ടും പറയുമെങ്കിലും നിനക്ക് അതിനുള്ള ശക്തിയൊന്നുമില്ല എന്ന് അയാൾ പറയുകയും നീ വീട്ടിലേക്ക് പൊക്കോ എന്നും പറയുന്നു. ഇതിനിടെയാണെങ്കിൽ ആസ്ട്രിഡിന്റെ ടീം അവനെ കളിയാക്കുകയും ഗോബർ അവനെ വീട്ടിലേക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ അവനാണെങ്കിൽ വീടിന്റെ പുറകിലൂടെ ഗോബർ കാണാതെ കാട്ടിലേക്ക് പോകുന്നു. ഈ സമയം ടോയ്ക്കാണെങ്കിൽ ജനങ്ങളോട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഡ്രാഗൺസ് കൂടി വന്ന് നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ മുഴുവനായി അത് കൊണ്ടുപോകുമെന്ന് പറയുകയും അതുകൊണ്ട് നമ്മൾ അതിന്റെ വാസസ്ഥലം കണ്ടെത്തി തുരത്തണമെന്ന് പറയുകയും ഇത് കേട്ട് ജനങ്ങൾ അതിന് നമ്മൾക്ക് അതിന്റെ സ്ഥലം പോലും അറിയില്ല, പിന്നെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാനായെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോടെ ആ ഗ്രാമത്തിലെ മന്ത്രവാദിനി മുത്തശ്ശി എന്തോ ചെയ്യുകയും മാപ്പിലേക്ക് കുത്താൻ പറയുകയും ചെയ്യുന്നു. അതോടെ അങ്ങോട്ടേക്ക് യുദ്ധത്തിന് പോകാൻ റെഡിയാവുകയും ചെയ്യുന്നു. പിന്നീട് ടോയ്ക്ക് ഗോബറിനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. എടാ, നീ നല്ലോണം ഹിക്കപ്പിനെ നോക്കണം, നീ അവനെ നന്നായി ട്രെയിൻ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ അവന് ഇപ്പോൾ നന്നായി വാള് മുറിച്ചേക്കാനും ഒക്കെ അറിയാമെന്ന് ഗോബർ പറയുന്നത് കേട്ട് അവനെ ഒന്ന് ശരിയാക്കി എടുക്കാൻ എന്താടാ ചെയ്യേണ്ടതെന്നൊക്കെ ഗോബറിനോട് ചോദിക്കുകയും എല്ലാരെയും
ട്രെയിൻ ചെയ്യുന്നത് പോലെ അവനെയും ട്രെയിൻ ചെയ്താൽ എല്ലാം ശരിയാവുമെന്നൊക്കെ ഗോവർ പറയുമെങ്കിലും അതൊന്നും ശരിയാവില്ല എന്ന് ജോയ്ക്ക് പറയുകയും അവനൊരു ഡ്രാഗന്റെ മുന്നിൽ പെട്ടാൽ തന്നെ അവൻ ചത്തുപോകും. പക്ഷേ അവന്റെ പ്രായത്തിൽ ഞാനൊക്കെ ഒരു പാറ വരെ അടിച്ച് പൊട്ടിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയും അവനവന്റെ അമ്മയെ പോലെയാണ്, അവൻ എന്നെ പോലെയല്ല എന്നൊക്കെ ജോയ്ക്ക് പറയുകയും നമുക്കവനെ ശരിയാക്കി എടുക്കാമെന്നും ഗോവർ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് കാട്ടിലൂടെ ഡ്രാഗനെ തപ്പി നടക്കുന്ന ഹിക്കപ്പിനെയാണ്. അവനാണെങ്കിൽ ഡ്രാഗനെ അന്വേഷിച്ച് മടുത്തിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് അവൻ അവിടെ ഒരു മരം ഒടിഞ്ഞു കിടക്കുന്നത് കണ്ട് പതിയെ അങ്ങോട്ടേക്ക് നടക്കുകയും അവിടെ ചെന്ന് നോക്കുമ്പോൾ നൈറ്റ് ഫ്യൂരി എന്ന ഡ്രാഗൻ കിടക്കുന്നത് കണ്ട് അവൻ പേടിച്ചു പോവുകയും വീണ്ടും അവൻ നോക്കിയതും അവൻ വെടിവെച്ചിട്ട ഡ്രാഗനാണെന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുകയും ഒരു കത്തിയൊക്കെ എടുത്ത് അതിന്റെ അടുത്തേക്ക് പോവുകയും ഞാൻ വെടിവെച്ചിട്ടതാണെന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുകയും അവൻ കത്തിയെടുത്ത് നിന്നെ ഞാനിപ്പോ കൊല്ലുമെന്ന് പറഞ്ഞ് അതിനെ കുത്താൻ നോക്കുമ്പോൾ അവനതിന്റെ കണ്ണിലേക്ക് നോക്കിയതും അവനാകെ സങ്കടമാവുകയും അവനെ കൊണ്ട് ഡ്രാഗനെ കൊല്ലാൻ പറ്റില്ല എന്നും അവന് മനസ്സിലാവുന്നു. അങ്ങനെ അവൻ അവിടെ നിന്നും തിരിച്ചു പോകാൻ നോക്കിയതും എങ്ങനെ ഇട്ടാൽ അത് ചത്തുപോകുമെന്ന് മനസ്സിലാക്കി അതിന്റെ കയറൊക്കെ അവൻ മുറിച്ചു കളയുകയും പെട്ടെന്ന് തന്നെ ഡ്രാഗൻ അവന്റെ നേർക്ക് വന്ന് അലറുകയും അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. നോക്കുമ്പോൾ അതിന് പറക്കാൻ പറ്റാതെ താഴേക്ക് വീണിരിക്കുകയാണ്. അങ്ങനെ ഡ്രാഗൻ അവനെ വെറുതെ വിട്ടതും അവന് ആശ്വാസമാവുകയും ചെയ്യുന്നു. അങ്ങനെ അവൻ അച്ഛൻ കാണാതെ വീട്ടിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ അവന്റെ അച്ഛൻ അവനെ കാണുകയും ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. അത് കേൾക്കുന്ന അവനും എനിക്കും ഒരു കാര്യം പറയാനുണ്ട് അച്ഛ എന്ന് അവൻ പറയുകയും നിങ്ങൾ ആദ്യം പറ എന്ന് അവൻ പറഞ്ഞതും നിന്റെ ആഗ്രഹം പോലെ നീ നാളെ മുതൽ ഡ്രാഗനെ കൊല്ലാനുള്ള ട്രെയിനിങ് തുടങ്ങിക്കോ എന്ന് സ്റ്റോയ്ക്ക് പറയുകയും ഇത് കേട്ട് അവൻ ഞാൻ ആദ്യം പറയാമായിരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ഒരുപാട് ഡ്രാഗനെ കൊല്ലാനുള്ള ആൾക്കാരുണ്ട്, പക്ഷേ ഇവിടെ കുറവുള്ളത് ഫുഡ് ഉണ്ടാക്കാനും വീടുണ്ടാക്കാനും ഒക്കെയാണ് എന്ന് ഹിക്കപ്പ് പറഞ്ഞതും നിനക്ക് ആവശ്യം ഈ കോടാലിയാണെന്ന് പറഞ്ഞ് സ്റ്റോയ്ക്ക് അവന് കോടാലി കൊടുക്കുമെങ്കിലും എനിക്ക് ഡ്രാഗൻസിനെ കൊല്ലാൻ പറ്റില്ല എന്നൊക്കെ അവൻ ഒരുപാട് തവണ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ നിന്റെ തോന്നലാണെന്ന് പറഞ്ഞ് ദേഷ്യം വരികയും നീ ഞങ്ങൾ നടക്കും പോലെ നടക്കണം, ഞങ്ങൾ ചെയ്യുന്നത് പോലെയും ചെയ്യണമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയും ഞാൻ യുദ്ധത്തിന് പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയും ചെയ്യും. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെയാണ്. അവനിപ്പോൾ ആസ്ട്രിഡും ടീമിന്റെ ഒപ്പം ഡ്രാഗൻ ട്രെയിനിങ് പഠിക്കാനായി അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവർ ഹിക്കപ്പിനെ കണ്ടതും ആരാ ഇവനെ അകത്തേക്ക് കയറ്റി വിട്ടത് എന്നൊക്കെ പറഞ്ഞ് അവനെ കളിയാക്കുകയും ഇതിനിടെ ഗോബർ അങ്ങോട്ടേക്ക് വന്ന് ഇവിടെ നിന്ന് ഏറ്റവും നല്ലോണം പോരാടുന്നവർക്ക് ഗ്രാമത്തിലെ എല്ലാവരെയും മുന്നിൽ വെച്ച് ഡ്രാഗനെ കൊല്ലാനുള്ള അവസരം ലഭിക്കുമെന്നും ഗോബർ പറയുന്നു. ഇതോടെ ഹിക്കപ്പ് ഇതിനു മുന്നേ നൈറ്റ് ഫ്യൂരിയൊക്കെ വീഴ്ത്തിയ ആളല്ലേ എന്ന് പറഞ്ഞ് നോട്ട് ലൗട്ട് അവനെ കളിയാക്കുന്നത് കണ്ട് നീ വിഷമിക്കേണ്ട മോനെ എന്ന് ഗോബർ അവനോട് പറയുകയും നീ ഇങ്ങനെ മെലിഞ്ഞത് കൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുകയും ശേഷം ഗോബർ അവിടെ പൂട്ടിയിട്ട ഓരോ ഡ്രാഗൻസിന്റെ ഒക്കെ പേര് പറയാൻ തുടങ്ങുന്നു. അങ്ങനെ അതൊക്കെ കേട്ട് തടിയൻ ഓരോ ഡ്രാഗൻസിന്റെ പവേഴ്സ് ഒക്കെ ഒച്ചത്തിൽ വിളിച്ചു പറയുകയും അത് നിർത്താൻ പറഞ്ഞുകൊണ്ട് ഗോബർ ഗ്രോങ്കിൾ എന്ന ഡ്രാഗന്റെ കൂടങ്ങ് തുറക്കുകയും അതോടെ അത് അവരെ ആക്രമിക്കാനായി അടുത്തോട്ട് പറന്നു വരികയും ചെയ്യുന്നു. അങ്ങനെ കുട്ടികൾ ഡ്രാഗനെ കണ്ടതും എല്ലാവരും ഷീൽഡൊക്കെ എടുത്ത് റെഡിയാവുകയും ഈ സമയം ഇരട്ടകളായ റഫ്നെട്ടും ടഫ്നെട്ടും ഒരു ഷീൽഡിന് വേണ്ടി അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് നേരെ ഡ്രാഗൻ തീതുപ്പുകയും അവർ തെറിച്ചു വീഴുകയും ചെയ്യുന്നു. അതോടെ ഡ്രാഗൻ മറ്റ് കുട്ടികൾക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇതിനിടെയാണെങ്കിൽ അവർ ഷീൽഡിനിട്ട് കൊട്ടി അതിനെ ഇടങ്ങേറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗോബർ ആണെങ്കിൽ ഒരു ഡ്രാഗനെ തീതുപ്പുന്നതിന് ഒരു കണക്കുണ്ടെന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഇതിന്റേത് 6 തവണയാണെന്നും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡ്രാഗനാണെങ്കിൽ തടിയന് നേരെ രണ്ടാമത്തെ തീയും തുപ്പുകയും അവനും ഇന്നത്തെ ട്രെയിനിങ്ങിൽ നിന്നും പുറത്താവുകയും ചെയ്യുന്നു. അങ്ങനെ മൂന്നാമത്തെ തീ നോട്ട് ലൗട്ടിനെ കൊള്ളുകയും അവനും പുറത്താവുകയും ചെയ്യുന്നു. ഇപ്പോൾ ബാക്കിയുള്ളത് ആസ്ട്രിഡും ഹിക്കപ്പുമാണ്. എന്നാൽ ആസ്ട്രിഡ് ആണെങ്കിൽ ഡ്രാഗനെ കൊണ്ട് 4ാമത്തെ തീയും തുപ്പിക്കുകയും ഇതിനിടെ ഡ്രാഗൻ ഹിക്കപ്പിനെ കണ്ട് അവന് നേരെയും തീയങ്ങ് ഊതുകയും അവനും ഗെയിമിൽ നിന്ന് പുറത്താവുകയും ചെയ്യുന്നു. എന്നാൽ ഡ്രാഗൻ ആണെങ്കിൽ വീണ്ടും അവന് പുറകെ തന്നെ എന്ന് തീ തുപ്പാൻ ശ്രമിക്കുമ്പോൾ കഷ്ടിച്ച് ഗോബർ അവനെ രക്ഷപ്പെടുത്തുകയും ഡ്രാഗനെ കൂട്ടിലേക്ക് അടക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കുന്നു. ഒരു ഡ്രാഗനെ നിങ്ങളെ കൊല്ലാൻ ചാൻസ് കിട്ടിയാൽ അത് ഉറപ്പായും കൊല്ലുമെന്ന് ഗോബർ പറയുകയും ഇത് ഓർത്തു വെച്ചോ എന്നും പറയുന്നു. അങ്ങനെ ഹിക്കപ്പ് വീണ്ടും കാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗോബർ പറഞ്ഞത് ഒരു ഡ്രാഗൻ എപ്പോഴും കൊല്ലാനെ നോക്കുമെന്നല്ലേ, പക്ഷേ നീ എന്നെ കൊന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഹിക്കപ്പ് ഡ്രാഗനെ അന്വേഷിക്കുകയും അവൻ പോയി ഒടുവിൽ ഡ്രാഗന്റെ കാൽപാദം കാണുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് ഡ്രാഗൻ പറക്കാൻ ശ്രമിക്കുന്നത് അവൻ കാണുകയും പക്ഷേ അതിന് പറക്കാൻ പറ്റാതെ അവിടെ ഒരുപാട് തവണ വീഴുകയും ഒടുവിൽ അവിടെ കിടക്കുകയും ചെയ്യുന്നു. ഇതോടെ ഹിക്കപ്പ് ആണെങ്കിൽ അതിന്റെ രൂപം ബുക്കിലേക്ക് പകർത്തുകയാണ്. എന്നാൽ ഒടുവിൽ അവൻ ആ കാര്യം മനസ്സിലാവുന്നു. അതിന്റെ ബാക്കിലത്തെ വാല് പോയത് കൊണ്ടാണ് അതിന് പറക്കാൻ പറ്റാത്തതെന്ന് അവന് മനസ്സിലാവുകയും അവൻ വരച്ച ചിത്രത്തിൽ നിന്നും അത് മായ്ച്ചു കളയുന്നു. ഡ്രാഗൻ ആണെങ്കിൽ വീണ്ടും പറക്കാൻ ശ്രമിക്കുകയും വീണുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിന് വിശന്നത് കൊണ്ട് അത് കുളത്തിൽ നിന്നും മീനിനെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനും കഴിയാത്തത് കണ്ട് അതിന് വിശക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലാവുകയും ഇതിനിടെ അവന്റെ പേന കയ്യിൽ നിന്നും താഴേക്ക് വീഴുകയും അവൻ അവിടെ വന്നിരിക്കുന്നത് ഡ്രാഗൻ കാണുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് രാത്രി ആയതും ഗോബറും പിള്ളേരും രാവിലത്തെ ട്രെയിനിങ്ങിനെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം ഹിക്കപ്പ് അങ്ങോട്ടേക്ക് വന്നതും കുട്ടികൾ അവനെ വീണ്ടും കളിയാക്കാൻ തുടങ്ങുന്നു. എന്നാൽ ഗോബർ ആണെങ്കിൽ അവർക്കൊരു ബുക്ക് കൊടുക്കുകയും ഇത് നിങ്ങൾ എല്ലാവരും വായിച്ചിരിക്കണമെന്ന് പറയുകയും നമ്മൾക്ക് അറിയാവുന്ന എല്ലാ ഡ്രാഗൻസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും ഇതിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ
ഇടിമിന്നൽ എടുക്കുകയും ഇന്നിനി ട്രെയിനിങ് ഇല്ല എന്ന് പറഞ്ഞ് ഗോബർ അവിടെ നിന്നും പോകുന്നു. എന്നാൽ ഇതൊക്കെ കേട്ട് നോട്ട് ലൗട്ട് ആണെങ്കിൽ ഈ ബുക്കൊന്നും പഠിക്കാൻ എന്നെ കൊണ്ട് വയ്യ എന്നൊക്കെ പറയുകയും ഇതൊന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, എല്ലാ ഡ്രാഗൺസിനെ അങ്ങ് കൊന്നു കളഞ്ഞാ പോരെ എന്നൊക്കെ പറയുകയും ഇതിനൊക്കെ എന്തിനാണാവോ ബുക്കൊക്കെ പഠിക്കുന്നതെന്നും അവർ പറയുമ്പോ, സുഹൃത്തുക്കളെ ഞാനിത് ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട്, ഇതിൽ കടലിലുള്ള ഡ്രാഗനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ തടിയൻ പറയുമ്പോ നീ ഇരുന്ന് വായിച്ചോടാ എന്ന് പറഞ്ഞ് കുട്ടികൾ എണീറ്റ് പോവുകയും അതോടെ കൂടെ തടിയനും പോവുകയും ചെയ്യുന്നു. ഇതിനിടെ ഹിക്കപ്പ് ആസ്ട്രിഡ് അവിടെ ഇരിക്കുന്നത് കണ്ട് അവളുടെ അടുത്തേക്ക് വരികയും അതോടെ അവൾ എണീറ്റ് പോവാൻ നോക്കുന്നത് കണ്ട് അവനൊരു കാര്യം പറയാൻ തുടങ്ങും. സത്യത്തിൽ ഡ്രാഗൺസ് നമ്മുടെ ഗ്രാമം ആക്രമിക്കുന്നത് നമ്മൾ അവരുടെ തലം തേടി പോയി ഫുഡൊക്കെ അടിച്ചുകൊണ്ട് വന്നുകൊണ്ടായിരിക്കും എന്നൊക്കെ അവൻ പറയുമ്പോ ഡ്രാഗൺസ് ഏറ്റവും നന്നില്ലാത്ത ജീവികളാണെന്നൊക്കെ അവൾ പറയുകയും അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവൾ പോയതും ഹിക്കപ്പ് തനിച്ചിരുന്നു കൊണ്ട് ആ ബുക്ക് വായിക്കാൻ തുടങ്ങുന്നു. അതിലവൻ ഒരുപാട് ഡ്രാഗൺസിന്റെ ചിത്രവും പേരൊക്കെ കാണുകയും കണ്ടാൽ ഉടനെ തന്നെ കൊല്ലുക എന്നും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അവൻ വായിച്ച് അവസാനം നൈറ്റ് ഫ്യൂരി എന്ന ഡ്രാഗന്റെ പേജിലേക്ക് എത്തിയതും ഇതാണ് മരണത്തിന്റെയും ചെകുത്താന്റെയും മകൻ. ആ ഒരു ഡ്രാഗന്റെ മാത്രം ചിത്രങ്ങളില്ല, അതിന്റെ വലുപ്പമില്ല, ഒരിക്കലും ഈ ഡ്രാഗനുമായി ഏറ്റുമുട്ടാനേ പാടില്ല, ഇതിനെ കണ്ടാൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് മാത്രമാണ് രക്ഷ എന്നും അതിൽ എഴുതിയിരിക്കുന്നത് കണ്ട് അവൻ വരച്ച ചിത്രം എടുക്കുകയും അതിൽ നോക്കുകയും ചെയ്യുന്നു. മറ്റൊരിടത്ത് കാണിക്കുന്നത് ഡ്രാഗന്റെ സ്ഥലം തേടിപ്പോയ ടോയ്ക്കിനെയും ആൾക്കാരെയുമാണ്. ടോയ്ക്കാണെങ്കിൽ എനിക്ക് ഡ്രാഗന്റെ മണം കിട്ടുന്നുണ്ടെന്ന് പറയുകയും അവരിവിടെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞ് മുന്നിൽ കാണുന്ന ആ വലിയ പുകയിലേക്ക് കപ്പൽ തിരിക്കുകയും അതിന്റെ ഉള്ളിലേക്ക് പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ഉള്ളിലേക്ക് പോയതും മുകളിൽ നിന്നുമൊക്കെ ഡ്രാഗൻ അവരെ ആക്രമിക്കുകയും ഇതിനിടെ കടലിലെ ഡ്രാഗൻ അവരുടെ കപ്പൽ മറിച്ചിടുകയും പറക്കുന്ന ഡ്രാഗൻ വീണ്ടും ആക്രമിക്കുകയും ചെയ്യും. എന്നാൽ ഹിക്കപ്പ് ആണെങ്കിൽ ഡ്രാഗൻ ട്രെയിനിങ്ങിൽ നിൽക്കുമ്പോൾ നൈറ്റ് ഫ്യൂരിയുടെ വേറെ ബുക്കും എല്ലാം ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്നും ഡ്രാഗൻ വരികയും അതിനെ കണ്ടതും അവൻ ഓടുകയും എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ഒരു സ്ഥലത്ത് നിൽക്കുകയും ചെയ്യുന്നു. ഇതോടെ ഡ്രാഗൻ തടിയന് നേരെയൊക്കെ തിരിയുകയും ഒടുവിൽ ഇരട്ടകളുടെ മുന്നിൽ എത്തുകയും ചെയ്യും. ഗോബർ ആണെങ്കിൽ ഓരോ ഡ്രാഗൻസിനും ഒരു ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ടാവുമെന്നൊക്കെ അവർക്ക് പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ പേടിച്ച് അവിടെ നിന്നും ഓടിക്കളയുന്നു. എന്നാൽ ഹിക്കപ്പ് നൈറ്റ് ഫ്യൂരിയുടെ മുന്നിൽപ്പെട്ടാൽ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നൊക്കെ ഗോബറിനോട് ചോദിക്കുകയും നൈറ്റ് ഫ്യൂരിയെ ആരും കണ്ടിട്ടില്ലടാ എന്ന് പറഞ്ഞ് അവനോട് ട്രെയിനിങ്ങിൽ ശ്രദ്ധിക്കാൻ പറയും. ഈ സമയം ആസ്ട്രിഡിനാണെങ്കിൽ ഡ്രാഗനെ അടിച്ചിടാൻ ഒരു അവസരം കിട്ടിയതും നോട്ട് ലൗട്ട് അങ്ങോട്ടേക്ക് വന്ന് എല്ലാം കൊളമാക്കുകയും അവർ രണ്ടുപേരും അവിടെ നിന്നും ഓടുകയും ചെയ്യുന്നു. ഡ്രാഗൻ ആണെങ്കിൽ ആസ്ട്രിഡിന്റെ പുറകെ തന്നെ ഓടുകയും അവൾ ചാടിയൊക്കെ കോടാലയൊക്കെ എടുക്കുകയും ഹിക്കപ്പിന്റെ ഷീൽഡ് എടുക്കാൻ നോക്കുമ്പോൾ അവനത് കൊടുക്കാത്തത് കണ്ട് അവൾ വലിച്ച് മേടിക്കുകയും ഡ്രാഗനെ അടിച്ച് വീഴ്ത്തുകയും ചെയ്യും. അതോടെ ഡ്രാഗൻ പേടിച്ചു പോവുകയും അതിനെ അവൾ കൂട്ടിലേക്ക് കയറ്റി ഡോർ അടക്കാൻ ശ്രമിക്കുമ്പോൾ നോട്ട് ലൗട്ട് വന്ന് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കുകയും ഗോബർ ആസ്ട്രിഡിനെ മാത്രം അഭിനന്ദിക്കുകയും ചെയ്യും. ഇതോടെ അവൾ ഇത് കുട്ടിക്കളിയൊന്നുമല്ല എന്ന് അവൾ പറയുകയും ട്രെയിനിങ് എല്ലാവരും സീരിയസ് ആയി എടുക്കാനും പറയുന്നു. അങ്ങനെ ഹിക്കപ്പ് ആണെങ്കിൽ വീണ്ടും ഡ്രാഗനെ നോക്കി ഒരു മീനുമായി അങ്ങോട്ടേക്ക് വരികയും ഇതോടെ അവന്റെ കയ്യിൽ മീനിരിക്കുന്നത് കണ്ട് ഡ്രാഗൻ അടുത്തേക്ക് വരികയും ഇതിനിടെ എന്തോ കാണിക്കുന്നത് കണ്ട് അവന്റെ കത്തിയാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി ഹിക്കപ്പ് അത് എറിഞ്ഞു കളയുന്നു. അതോടെ ഡ്രാഗൻ വാ തുറന്ന് അടുത്തേക്ക് വരുമ്പോ അതിന് പല്ലില്ലാത്തത് കണ്ട് ടൂത്ത്ലെസ് എന്ന് പേരിടുകയും പെട്ടെന്ന് പല്ല് വന്ന് മീൻ കടിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇതോടെ അത് മീൻ വിഴുങ്ങുകയും ശേഷം അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ പേടിച്ച് എന്റെ കയ്യിൽ മീനില്ല എന്ന് പറയുകയും പെട്ടെന്ന് അത് കഴിച്ച മീനിന്റെ പകുതി അവന് ഛർദ്ദിച്ചു കൊടുക്കുകയും അവനോട് കഴിക്കാനായി ആവശ്യപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി മനസ്സില്ലാ മനസ്സോടെ അവൻ അത് എങ്ങനെയൊക്കെയോ കഴിക്കുകയും ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ടെങ്കിലും സഹിച്ചു പിടിച്ച് ഇറക്കുകയും ചെയ്യും. ഡ്രാഗൻ ആണെങ്കിൽ അവൻ കഴിക്കുന്നത് കണ്ട് കൊതിയിടുകയും ഇതിനിടെ അവൻ ഡ്രാഗനെ നോക്കി ചിരിക്കുകയും അതും അവനോട് ചിരിക്കാൻ ശ്രമിക്കുന്നത് കണ്ട് അവൻ അതിനെ തൊടാൻ ശ്രമിക്കുകയും അതോടെ അത് മാറിപ്പോവുകയും തറ ചൂടാക്കിയതിനു ശേഷം അവിടെ കിടക്കുന്നു. എന്നാൽ ഹിക്കപ്പ് വീണ്ടും തൊടാൻ വന്നത് കണ്ട് അത് മരത്തിന്റെ മേലെ തൂങ്ങിക്കിടക്കുകയും ഈ സമയം അത് നോക്കുമ്പോൾ ഹിക്കപ്പ് എന്തോ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കണ്ട് ഡ്രാഗൻ അടുത്ത് വന്ന് നോക്കുകയും അത് മനസ്സിലാക്കിയ ഹിക്കപ്പ് ഡ്രാഗനെ വരച്ചു കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അത് കണ്ട ഉടനെ ഡ്രാഗൻ വലിയ ഒരു കമ്പെടുത്ത് തറയിൽ വരക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ അത് വരച്ച് തറയിന് ചുറ്റും വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിക്കപ്പ് ആണെങ്കിൽ അതൊക്കെ കണ്ട് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ വരച്ചു കഴിഞ്ഞതും ഹിക്കപ്പ് ആ വരയിൽ ചവിട്ടുന്നതോടെ ഡ്രാഗൻ കരയുന്നത് കണ്ട് ഇതൊരു മാപ്പാണെന്ന് അവന് മനസ്സിലാവുകയും അതോടെ അവൻ വരയിലൊന്നും ചവിട്ടാതെ നടക്കാൻ തുടങ്ങുകയും അങ്ങനെ നടന്ന് അവസാനം ഡ്രാഗന്റെ അടുത്തേക്ക് എത്തുകയും ചെയ്യും. ഇതോടെ അവൻ വീണ്ടും അതിനെ തൊടാൻ ശ്രമിക്കുമെങ്കിലും അതിന് ഇഷ്ടപ്പെടാത്തത് കണ്ട് അവൻ കണ്ണും പൂട്ടി കൈ ഉയർത്തുകയും അത് ഇങ്ങോട്ട് വന്ന് തൊടുകയും ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കണ്ണു തുറന്നതോടെ അത് അവിടെ നിന്നും മാറിപ്പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഗോബർ പിള്ളേരോട് അവന്റെ കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ചെറുപ്പത്തിൽ എന്റെ ഈ കാലും കൈയൊക്കെ ഡ്രാഗൻ വിഴുങ്ങിയിട്ടും ഞാനൊരു അല്പം പോലും പേടിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ട് നിങ്ങളൊരു സംഭവം തന്നെ എന്നൊക്കെ തടിയൻ പറയുകയും നോട്ട് ലൗട്ട് ആണെങ്കിൽ നിങ്ങളുടെ കാലെടുത്ത എല്ലാ ഡ്രാഗൻസിന്റെയും ഞാൻ കാല് വെട്ടി മുറിച്ചു കളയുമെന്ന് പറയുന്നത് കേട്ട് നീ കാലല്ല വെട്ടേണ്ടതെന്ന് ഗോബർ പറയുകയും ഒരു ഡ്രാഗന്റെ ചിറകോ വാലോ നഷ്ടപ്പെട്ടാൽ അതിന് പറക്കാൻ കഴിയില്ല, ഒരു ഡ്രാഗന് പറക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ചത്തതിന് തുല്യമാണെന്ന് ഗോബർ പറയുകയും ഇത് കേട്ട ഹിക്കപ്പ് അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നു. ആസ്ട്രിഡ് ആണെങ്കിൽ അവൻ പോകുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. ഹിക്കപ്പ് ആണെങ്കിൽ നേരെ ചെന്നിരിക്കുന്നത്
പണിപ്പുരയിലേക്കാണ്. അങ്ങനെ അവൻ അതിന്റെ വാലുണ്ടാക്കാൻ തുടങ്ങുകയും ഒരുപാട് സമയത്തിന്റെ പരിശ്രമത്തിനൊടുവിൽ അവൻ ഡ്രാഗന്റെ വാലുണ്ടാക്കിയെടുക്കുകയും അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയതും വലിയൊരു മീൻകുട്ടയുമായി ഡ്രാഗന്റെ അടുത്തേക്ക് എത്തുകയും ചെയ്യുന്നു. അവനാണെങ്കിൽ ഡ്രാഗനെ കണ്ടതും ഓരോ മീനുകളായി അതിന് ഇട്ടുകൊടുത്തോണ്ടിരിക്കുമ്പോ ഒരു പാമ്പിനെ എടുക്കുകയും അതിന് ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ അതാണെങ്കിൽ പേടിക്കുന്നത് കണ്ട് അവൻ ഉടനെ തന്നെ അതിനെ മാറ്റിവെക്കുകയും ശേഷം മുഴുവൻ മീനും ചരിഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഈ സമയം അവനാണെങ്കിൽ ഡ്രാഗന്റെ പുറകിലേക്ക് പോയി അവൻ ഉണ്ടാക്കിയ വാല് അതിനെ ഇടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് ഇളക്കുന്നത് കൊണ്ട് അതിന് കഴിയുന്നില്ല. അതോടെ അവൻ മറ്റൊന്നും ചിന്തിക്കാതെ അതിന്റെ മുകളിലേക്ക് കയറിയിരിക്കുകയും അത് ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത് മനസ്സിലാക്കിയ ഡ്രാഗൻ അവനെയും കൊണ്ട് ഒറ്റയടിക്ക് പറക്കാൻ തുടങ്ങുകയും മുകളിലേക്ക് എത്തുന്നതോടെ അത് വീഴാൻ പോവുകയും ഇതിനിടെ ഹിക്കപ്പ് വാല് വലിച്ചു പിടിക്കുകയും അതോടെ അത് കാഷ്ടിച്ച് പറന്ന് രക്ഷപ്പെടുകയും അവന് ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നു. എന്നാൽ ഡ്രാഗൻ ആണെങ്കിൽ അവിടെ നിന്നും പോകാൻ വേണ്ടി അവനെ വെള്ളത്തിലേക്ക് എറിയുകയും പറക്കാൻ ശ്രമിക്കുമ്പോൾ കൺട്രോൾ പോയി വെള്ളത്തിലേക്ക് വീഴുന്നു. പിന്നീട് കാണിക്കുന്നത് ഹിക്കപ്പിന്റെയും പിള്ളേരുടെയും ഡ്രാഗന്റെ ട്രെയിനിങ് ആണ്. ഈ തവണ ട്രെയിനിങ് ചെയ്യിക്കുന്നത് 2 തലയുള്ള ഡ്രാഗന്റെ കൂടെയാണ്. അതിലെ ഒരു തലയിലൂടെ യാസ് വരും, അടുത്ത തല കൊണ്ട് തീ കത്തിക്കാനും നോക്കും. ആ കത്തിക്കാൻ നോക്കുന്ന തലയിലേക്കാണ് തന്നിരിക്കുന്ന വെള്ളം തളിക്കേണ്ടതെന്നൊക്കെ ഗോബർ പറഞ്ഞു കൊടുക്കുകയും ആ തലയിലേക്ക് വെള്ളം തളിച്ചാൽ പിന്നെ അതിന് തീ കത്തിക്കാൻ സാധിക്കില്ല എന്നും പറയുന്നു. അങ്ങനെ 2 പിള്ളേര് വീതം ടീമായി ആ പുകയിലൂടെ ഡ്രാഗൻ വരുന്നതും കാത്ത് നിൽക്കുകയാണ്. എന്നാൽ നോട്ടിലോട്ടും വേറെ ഒരുത്തരും കൂടെ പുകയിലൂടെ എന്തോ കണ്ട് വെള്ളം തളിക്കുകയും നോക്കുമ്പോ അത് ആസ്ട്രിഡും ടീമുമാണെന്ന് മനസ്സിലാവുന്നു. ഇതിനിടെയാണെങ്കിൽ അവരെ ഡ്രാഗൻ തള്ളിയിടുകയും അതിലെ ഒരുത്തൻ ഇത് ചെകുത്താനാടാന്ന് പറഞ്ഞ് അവിടെ നിന്നും ഓടിക്കളയുന്നു. ഈ സമയം തടിയന്റെയും ഹിക്കപ്പിന്റെയും ബാക്കിലൂടെ ഡ്രാഗൻ വരികയും അത് കണ്ട ഉടനെ തടിയൻ അതിന്റെ മേലേക്ക് വെള്ളം തളിക്കുകയും ചെയ്യുന്നു. എന്നാൽ അത് ഗ്യാസ് തുപ്പുന്ന തലയായിരുന്നു. തടിയനാണെങ്കിൽ ആ ടൈം തന്നെ അവിടെ നിന്നും പോയിരുന്നു. ഇതിനിടെ ഹിക്കപ്പ് തീ കത്തിക്കുന്ന തലയിലേക്ക് വെള്ളം ഒഴിക്കുമെങ്കിലും അത് അതിന് കൊള്ളുന്നില്ല. അതോടെ അത് അവന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവിടെ നിന്നും ഓടടാ എന്ന് ഗോബർ വിളിച്ചു പറയുകയും അപ്പോഴേക്കും തീ കത്തിക്കുന്ന തല അവന്റെ അടുത്തേക്ക് വന്നതും അവന്റെ കയ്യിലുള്ള എന്തോ കണ്ട് പേടിക്കുകയും ഡ്രാഗൻ പുറകോട്ട് പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. അതോടെ അവൻ അതിനെ കൂട്ടിലിട്ട് പൂട്ടുന്നു. ഇതൊക്കെ ഗ്രാമത്തിലെ മാന്ത്രിക മുത്തശ്ശി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളും ഗോബറും ഒക്കെ ആണെങ്കിൽ ഹിക്കപ്പ് ഡ്രാഗനെ പൂട്ടിയത് കണ്ട് അന്തം വിടുകയും ഇതോടെ ഹിക്കപ്പ് ആണെങ്കിൽ നാളെ കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അന്ന് രാത്രിയാണെങ്കിൽ ഡ്രാഗന്റെ മേലെ ഇരിക്കാനുള്ള സീറ്റൊക്കെ റെഡിയാക്കുകയും രാവിലെ അത് കൊണ്ടുപോയി ഡ്രാഗന്റെ മേലെ ഫിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അവൻ വാല് കയറുകൊണ്ട് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് ഇടയ്ക്കിടെ ഡ്രാഗൻ വീഴുകയും അതോടെ അവൻ തെറിച്ചു പോവാതിരിക്കാൻ സീറ്റ് ബെൽറ്റ് ഒക്കെ ഉണ്ടാക്കുകയും അതിട്ട് പറക്കാൻ നോക്കുകയും ചെയ്യുന്നു. എന്നാൽ വീണ്ടും വാല് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഡ്രാഗൻ അവിടെ ഇവിടെയൊക്കെ ചെന്ന് ഇടിക്കുകയും കഷ്ടപ്പെട്ട് പറന്ന് സേഫായി ഒരു സ്ഥലത്തേക്ക് വീണിരിക്കുകയാണ്. എന്നാൽ അവൻ നോക്കുമ്പോൾ അവിടെയുള്ള പൂവ് കാരണം ഡ്രാഗൻ ഒരുപാട് തവണ തുമ്മുകയും അതിന് ഇടങ്ങാറാവുന്നതും അവൻ കാണുന്നു. അങ്ങനെ പിറ്റേന്ന ദിവസമായതും അവന്റെ ട്രെയിനിങ്ങിൽ അവൻ ആ പൂവ് ഡ്രാഗന് നേരെ ഉപയോഗിക്കുകയും മുഴുവൻ കൺട്രോളും പോയി ഡ്രാഗൻ തീയൊക്കെ വിട്ട് വീണു പോവുകയും ചെയ്യുന്നു. കുട്ടികളാണെങ്കിൽ ഇതൊക്കെ കണ്ട് വീണ്ടും അത്ഭുതപ്പെട്ടു പോകുന്നു. ഇപ്പോൾ കുട്ടികളൊക്കെ അവന്റെ പുറകെ തന്നെ കൂടുകയും ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞങ്ങൾക്കും പഠിപ്പിച്ചു തരുമെന്നൊക്കെ പറഞ്ഞ് അവന്റെ പുറകെ നടക്കുകയാണ്. എന്നാൽ അവൻ അതിൽ നിന്നൊക്കെ എങ്ങനെയൊക്കെ ഒഴിഞ്ഞു മാറി പോകുന്നു. അതോടെ അവൻ ഡ്രാഗന്റെ അടുത്തെത്തിയതും അവൻ സ്നേഹത്തോടെ ഡ്രാഗന് ചൊറിഞ്ഞു കൊടുക്കുകയും അതിൽ ഡ്രാഗൻ മയങ്ങിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേ ദിവസം ട്രെയിനിങ്ങിൽ ആസ്ട്രിഡ് ഗംഭീരമായി ഡ്രാഗനോട് ഫൈറ്റ് ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡ്രാഗൻ ഹിക്കപ്പിന്റെ അടുത്തേക്ക് പോവുകയും അതോടെ അവൾ അതിനെ ഇടിക്കാനായി ഓടി എത്തുന്നതിന് മുന്നേ ഹിക്കപ്പ് അതിനെ ചൊറിഞ്ഞ് വീഴ്ത്തിയിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് പിള്ളേര് വീണ്ടും അത്ഭുതപ്പെടുന്നു. അങ്ങനെ അന്ന് രാത്രി അവൻ ഫുഡ് കഴിക്കാനിരുന്നതും പിള്ളേരൊക്കെ ചാടി വന്ന് അവന്റെ അടുത്തേക്ക് ഇരിക്കുകയും ഓരോന്നൊക്കെ ചോദിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ആസ്ട്രിഡിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയതും വീണ്ടും അവൻ ഡ്രാഗനെ വീഴ്ത്താനുള്ള ഒരു ഐഡിയ കൂടെ കണ്ടെത്തുകയും അതും അവൻ ട്രെയിനിങ്ങിൽ ഉപയോഗിച്ച് ഡ്രാഗനെ കൂട്ടിലേക്ക് കയറ്റുകയും കൂട് അടക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം ഗ്രാമത്തിലെ മാന്ത്രിക മുത്തശ്ശി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹിക്കപ്പിനാണെങ്കിൽ ഇപ്പോൾ ഫാൻസിനെ കൊണ്ട് നിൽക്കാൻ വയ്യ. അങ്ങനെ അന്നാണെങ്കിൽ ആസ്ട്രിഡ് കാട്ടിൽ പോയി ട്രെയിനിങ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഹിക്കപ്പ് കാട്ടിലൂടെ പോകുന്നത് അവൾ കാണുകയും അവൾ അവനെ കൂടെ പോവാൻ നോക്കുന്നതിന് മുന്നേ അവൻ അവിടെ നിന്നും പോയിരിക്കുകയാണ്. ഈ സമയം ഹിക്കപ്പ് ആണെങ്കിൽ പുതിയ ഒരു വാലൊക്കെ സെറ്റാക്കുകയും അതിൽ ഒരു ഗിയർ പോലെയൊക്കെ സെറ്റാക്കി പറന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഫസ്റ്റിലും സെക്കൻഡിലും ഒക്കെ ഇടുമ്പോൾ വാല് തുറക്കുകയും അടക്കുകയൊക്കെ ചെയ്യുകയും ഇതിനിടെ അബദ്ധം പറ്റി വീണു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഡ്രാഗന്റെ കൂട് കണ്ടുപിടിക്കാൻ പോയവർ തിരിച്ച് എത്തിയിരിക്കുന്നതാണ്. ആ ഒരു യുദ്ധത്തിലാണെങ്കിൽ അവർക്ക് ഒരുപാട് മനുഷ്യരെയും ബോട്ടുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ കുറച്ചു പേർക്കാണെങ്കിൽ പരിക്കും പറ്റിയിട്ടുണ്ട്. സ്നോട്ട്ലൗട്ട് ആണെങ്കിൽ അവന്റെ അച്ഛനെ കണ്ടതും ഡ്രാഗൺ ട്രെയിനിങ്ങിനെ പറ്റിയൊക്കെ സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അയാൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും പൊക്കളയുന്നു. ഈ സമയം ഗോബർ ആണെങ്കിൽ യുദ്ധം എന്തായി എന്നൊക്കെ സ്റ്റോയിക്കിനോട് ചോദിക്കുമ്പോൾ പോയ സ്ഥലം അതിന്റെ കൂടല്ലായിരുന്നു എന്ന് പറയുകയും നമ്മൾ പരാജയപ്പെട്ടു പോയി എന്നും പറയുന്നു. അതിൽ പരാജയപ്പെട്ടാലും ഹിക്കപ്പിന്റെ കാര്യത്തിൽ നമ്മൾ വിജയിച്ചു എന്ന് ഗോബർ പറയുകയും ഇതിനിടെ നാട്ടുകാരൊക്കെ ഹിക്കപ്പ് ഇപ്പോൾ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് പോകുന്നത് കണ്ട് ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത് എന്ന് സ്റ്റോയിക്ക് ചോദിക്കുകയും അവനിപ്പോൾ ഗ്രാമത്തിലെ വലിയ സെലിബ്രിറ്റി ആണെന്നും പറഞ്ഞ് ഗോബർ അവിടെ നിന്ന്
തുടർന്ന് പോകുന്നു. എന്നാൽ ഇതൊക്കെ കേട്ട് ടോയ്ക്കിന് ഒന്നും മനസ്സിലായിട്ടില്ല. ഈ സമയം ഹിക്കപ്പ് ആണെങ്കിൽ ഡ്രാഗന്റെ മേലെ ഇരുന്ന് പറക്കാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഡ്രാഗന്റെ വാല് ഒരു ഗിയർ കൺട്രോൾ പോലെ ആക്കി വെച്ചത് കൊണ്ട് അവൻ വരച്ചു വെച്ച പേപ്പറിൽ നോക്കി ഫോർത്തിലേക്ക് ഇടുകയും വാല് കൂടുതൽ വിരിഞ്ഞതോടെ അവർ സ്പീഡിൽ പോവാൻ തുടങ്ങുകയും പറന്ന് രണ്ടുപേരും ആസ്വദിച്ച് പറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ദൂരം പോയതും പെട്ടെന്ന് പാറയുടെ ഇടയിലൊക്കെ പെട്ടതുകൊണ്ട് അവൻ ചിത്രം നോക്കി ഗിയർ 5th ഇടുകയും അതോടെ ഡ്രാഗൻ മുകളിലേക്ക് പൊങ്ങാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ കയ്യിലുള്ള കടലാസ് പറന്നു പോവുകയും അതോടെ പെട്ടെന്ന് അവൻ നിർത്താൻ പറയുമ്പോൾ അവന്റെ സീറ്റ് ബെൽറ്റ് അഴിഞ്ഞു പോവുകയും ഡ്രാഗനും അവനും താഴേക്ക് വീഴാൻ തുടങ്ങുകയും ചെയ്യുന്നു. വീഡിയോയുടെ ദൈർഘ്യം കൂടിയതിനാൽ 2 പാർട്ടായിട്ടാണ് വീഡിയോ ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. സെക്കൻഡ് പാർട്ടുമായി ഉടൻ കാണുന്നവരേക്കും ബൈ ഫ്രം ആർ എൻ.